ദൈവങ്ങൾ കനിഞ്ഞ് അങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ. സത്യം പറഞ്ഞ ഇങ്ങനൊരു സംശയം നിങ്ങളോട് പറഞ്ഞത് തന്നെ അബദ്ധമായും തോന്നുന്നു എനിക്ക്. എനിവേ, ആ കുട്ടി തിരിച്ചിവിടെ വരുമ്പോ അവളോട് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എന്തൊരച്ചടക്കം. അതെ, അച്ചടക്കം ഉണ്ടായിക്കൂടാന്ന് നിർബന്ധമുണ്ടോ? എന്തായാലും 2 ഗാഥമാരുണ്ടെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത്. അതിലൊന്ന ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഗാഥയെന്ന് കൂട്ടിക്കോ. അതിപ്പോ അമ്മായി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്കറിയാം. അതെ, അതോട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയെന്നൊന്നും വിചാരിക്കണ്ട. എന്റെ ഗാഥ മോൾക്ക് 2 സ്വഭാവമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അയ്യോ മോളെ, ആ കാർ ആക്സിഡന്റില് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഈ ഡോക്ടർമാരുണ്ടല്ലോ 4 ഒട്ടി പൊട്ടിച്ചിട്ടങ്ങ് വിടും. ഈ കരളും കുടലും ഒക്കെ കലങ്ങിപ്പോയിട്ടുണ്ടാവും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിർമ്മലേ? ഏത് നേരത്തും ഈ ദുഷിച്ച സംസാരം തന്നെയാ. മോളെ, സോറി അമ്മേ, പെട്ടെന്ന് എന്താന്നറിയില്ല. നീ ഇരിക്ക. കുറച്ച് നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ മോളെ. കുറെ ദിവസമായില്ലമ്മേ അടുക്കളയിലൊക്കെ കേറിയിട്ട്. ഇതുവരെ ആ ഹോസ്പിറ്റലിന്റെ മണത്തിലൊക്കെ കിടന്ന് ഉറങ്ങിയതല്ലേ. അത് ശരിയായിരിക്കും. ശീലം ഒന്നും മാറ്റണ്ട സുമിത്രേ. ആ ഡോക്ടറിനോട് വിളിച്ചു പറഞ്ഞേ കുറച്ച് മരുന്നൊക്കെ വാങ്ങി ഇവിടെ ആ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ മതി. സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും. അത്രേ ഉള്ളൂ. നിർമ്മലേ, ഇതിന് പറയേണ്ട മറുപടി എന്താണെന്നറിയോ? അതെനിക്ക് അറിയാത്തത് കൊണ്ടോ നാവില് വരാത്തത് കൊണ്ടോ അല്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടാ. മോളെ, എന്താ കുട്ടിക്ക്? മോളെ, മോളെ എന്താ പറ്റി? എന്താ? അയ്യോ, നാശം. മനുഷ്യനെ തിന്നാനും സമ്മതിക്കരുത്. മോളെ, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. അമ്മയ്ക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നു. സാരല്ല, അതൊന്നും പറ്റില്ല. ഡോക്ടർ പറഞ്ഞല്ലേ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ചെല്ലണോന്ന്. അത് വേണോ അമ്മേ? വേണം. അത് പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേ, വാ. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. വാ. അമ്മേ, ഒന്നും പറയണ്ട, വന്നേ, വാ. ആ അവിടെ ചെല്ലുമ്പോ ഇനി രക്ഷയില്ല, ഇവള് മേളിലോട്ട് പോകാറായി ആ ഡോക്ടർ ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു.
ഗാഥ, വയറിനകത്തോ നെഞ്ചിലോ എന്തെങ്കിലും അസ്വസ്ഥതയോ വേദനയോ തോന്നുന്നുണ്ടോ? ഇല്ല. എത്ര തവണ ഒമിറ്റ് ചെയ്തു? ഒരു 3-4 തവണ. ഭക്ഷണത്തിന്റെ മണം വന്നപ്പോഴാണോ അതോ അതിനു മുമ്പ് ഈ ടെൻഡൻസി ഉണ്ടായിരുന്നോ? അടുക്കളയില് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആദ്യം, പിന്നെ കഴിക്കാൻ ചെന്നിരുന്നപ്പോ കറിയുടെ മണം തട്ടിയപ്പോ. ഓക്കെ, എഴുന്നേറ്റോളൂ. ഉം. ഇരിക്കൂ. ആക്സിഡന്റിന്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി ഇതിലുണ്ട്. അതനുസരിച്ച് ഗാഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മാഡം, വേറെ എന്തെങ്കിലും ടെസ്റ്റോ മറ്റോ വേണമെങ്കിൽ? ഈ അമ്മയ്ക്ക് എന്താ ഒന്നും വേണ്ടെന്ന് ഡോക്ടർ പറയുമ്പോ? ഗാഥ, ടെസ്റ്റുകളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഛർദിയുടെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? സിസ്റ്ററെ, യൂറിനും ബ്ലഡും ഒക്കെ ഒന്ന് പരിശോധിക്കണം. കൊണ്ടുപോയിട്ട് വരൂ. വരൂ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 മാസം മുൻപാ ഇവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞത്. എന്താ മാഡം? അല്ല, വിവാഹിതരായ പെൺകുട്ടികളിൽ സ്വാഭാവികമായി വരുന്ന ചില മാറ്റങ്ങളുണ്ടല്ലോ. മറ്റ് കണ്ടീഷനുകളൊന്നും ഒരു പ്രശ്നമില്ലാത്ത നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഗാഥയുടെ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. മാഡം, അതെന്താ അങ്ങനെ? നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ എക്സൈറ്റ്മെന്റില് ആരോടും അത് വിളിച്ചു പറയാനും പറ്റില്ല. റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഡോക്ടർ. കുറെ കാലമായിട്ട് ഒരു ശാപത്തിലൂടെ കടന്നു പോവുക എന്റെ തറവാട്. അവിടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ദൈവങ്ങൾ കനിഞ്ഞ് അങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ. സത്യം പറഞ്ഞ ഇങ്ങനൊരു സംശയം നിങ്ങളോട് പറഞ്ഞത് തന്നെ അബദ്ധമായും തോന്നുന്നു എനിക്ക്. എനിവേ, ആ കുട്ടി തിരിച്ചിവിടെ വരുമ്പോ അവളോട് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. പെൺകുട്ടികൾക്ക് അനാവശ്യമായ ഒരു പ്രതീക്ഷ ഉണ്ടായാൽ അതിലൊരു തടസ്സം വരുമ്പോ അവർ വല്ലാണ്ട് ടെൻഷനായി പോവും. ഇല്ല ഡോക്ടർ, ഞാൻ പറയുന്നില്ല. നല്ലത് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ.